പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും നേരം വൈകുന്നേരത്തിലേക്ക് സ്വാഗതം. ഇന്നലെ ഏതാണ്ട് 3 മണി കഴിഞ്ഞതിന് ശേഷമാണ് വീണ ജോർജിനെതിരായ അക്രമം നടക്കുന്നത്. ആ വാർത്തകളിലെ ആരോപണ പ്രത്യാരോപണങ്ങൾ ഇങ്ങനെ തുടർന്നുകൊണ്ടിരിക്കുന്ന സമയമാണ്. 24 മണിക്കൂറിന് ശേഷവും അതിലൊരു കുറവും വന്നിട്ടില്ല. അപ്പോൾ ആ ആരോപണ പ്രത്യാരോപണങ്ങൾ ഉൾപ്പെടെ നിരവധി വാർത്തകളുണ്ട്. നമുക്ക് വിശദമായി കിടക്കാം. എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. KSU പ്രതിഷേധത്തിനിടെ ആരോഗ്യമന്ത്രി വീണ ജോർജിന് പരിക്കേറ്റ സംഭവത്തിൽ ആരോപണ പ്രത്യാരോപണങ്ങൾ ഒരു ഭാഗത്ത് തുടരുകയാണ്. ഏറ്റവും ഒടുവിൽ വന്ന മെഡിക്കൽ റിപ്പോർട്ട് അനുസരിച്ച് അടിയന്തര ശസ്ത്രക്രിയയുടെ ആവശ്യമില്ല എന്നതാണ് മെഡിക്കൽ റിപ്പോർട്ടിൽ പറയുന്നത്. ശസ്ത്രക്രിയ വേണ്ട എന്ന് മെഡിക്കൽ റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നു. MRI ആൻജിയോഗ്രാം ടെസ്റ്റുകൾ മന്ത്രി വീണ ജോർജിന് നടത്തിയിട്ടുണ്ട്. കഴുത്തിലെ കശേരുക്കൾക്കിടയിലാണ് മന്ത്രിക്ക് വേദന അനുഭവപ്പെടുന്നത്. ഇപ്പോഴും വിദഗ്ധ നിരീക്ഷണത്തിനായി പരിയാരം മെഡിക്കൽ കോളേജിലെ ICUവിൽ മന്ത്രി തുടരും എന്നതാണ് ഇപ്പോൾ വരുന്ന വിവരം. കഴുത്തിലെ ക്ഷതത്തിനും വലത് കൈയിലെ വേദനയ്ക്കുമുള്ള ചികിത്സ തുടരുമെന്ന് മെഡിക്കൽ റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നുണ്ട്. കഴുത്തിനേറ്റ ക്ഷതത്തെ തുടർന്നുള്ള വേദനയ്ക്ക് കുറവ് വന്നതായി മെഡിക്കൽ സംഘം വ്യക്തമാക്കിയിട്ടുണ്ട്. ഈ വേദനയിൽ കുറവുണ്ട് എങ്കിൽ പോലും പക്ഷേ മന്ത്രിക്ക് യാത്രയ്ക്ക് അനുമതി നൽകിയിട്ടില്ല. അതുകൊണ്ട് തന്നെ മന്ത്രി ഇന്ന് ആശുപത്രിയിൽ തുടരും എന്നതാണ് പുറത്തുവരുന്ന വിവരം. കണ്ണൂരിൽ KSU പ്രതിഷേധത്തിൽ മന്ത്രി വീണ ജോർജിന് പരിക്കേറ്റതിനെ ചൊല്ലി അതേസമയം ഭരണ പ്രതിപക്ഷ പോര് മുറുകുന്നത് കൂടിയാണ് നമ്മൾ കാണുന്നത്. മന്ത്രിയുടെ അടുത്തേക്ക് കറുത്ത തുണിയുമായി ഒരാൾ വരുന്നത് ദൃശ്യങ്ങളിൽ വ്യക്തമാണെന്നും ആക്രമണം പ്രതിപക്ഷ ഗൂഢാലോചനയെന്നുമാണ് CPMന്റെ ആരോപണം. CPM ആരോപണത്തിൽ ഉറച്ചു നിൽക്കുകയാണ്. മാത്രവുമല്ല, ഇതൊരു വധശ്രമമായിരുന്നു എന്ന തരത്തിൽ കൂടിയാണ് CPM ഇതിനെ കാണുന്നത്. ആയുധവുമായാണ് ഈ അക്രമികൾ എത്തിയത് എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങൾ CPM നേതാക്കൾ ചൂണ്ടിക്കാട്ടുന്നുണ്ട്. അവർ ആരോപണത്തിൽ ഉറച്ചു നിൽക്കുകയാണ്. ശക്തമായ പ്രതിഷേധമാണ് ഉയരുന്നത്. CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദന്റെ ഇതിനോടുള്ള പ്രതികരണം നമുക്ക് കേൾക്കാം. വിഭാഗം തന്നെയാണ് കണ്ണൂരിലെ ഔദ്യോഗിക പരിപാടി കഴിഞ്ഞ് തിരിച്ചു പോകുമ്പോൾ 3:15 ഇന്നലെ കടന്നാക്രമിക്കുന്നത്. ഒളിഞ്ഞിരുന്നിട്ടാണ്. അവിടെ ഒരു പരിപാടിയില്ല. റെയിൽവേ സ്റ്റേഷനിൽ വേറെ പരിപാടിയില്ലല്ലോ. റെയിൽവേ സ്റ്റേഷനിൽ തിരിച്ചു പോകുന്ന ഒരു പരിപാടി മാത്രമേ ഉള്ളൂ. വേറെ ഒരു കാര്യമില്ല. അവിടെ ആക്രമിക്കാൻ വേണ്ടിയുള്ള ബോധപൂർവമായ പ്രവർത്തനം നടത്തി എന്നുള്ളതാണ്. അങ്ങനെ ബോധപൂർവം കടന്നാക്രമണം നടത്തുകയാണ് ചെയ്തിട്ടുള്ളത് എന്നുള്ളത് പകൽ വെളിച്ചം പോലെ. അപ്പോൾ നുണ പറഞ്ഞ് രക്ഷപ്പെടാമെന്നാണ് ഇപ്പോൾ UDFകാർ തീരുമാനിച്ചിട്ടുള്ളത്. UDFകാർ എല്ലാ സന്ദർഭത്തിലും നുണയാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഗീബൽസൺ സിദ്ധാന്തത്തിന്റെ അനുയായികളായിട്ട് VD സതീശനാണ് കേരളത്തിൽ ഇപ്പോഴും 1ാം സ്ഥാനത്ത് നിൽക്കുന്നത്. അദ്ദേഹത്തിന്റെ ജാഥ മുഴുവൻ നുണ പറയാനാണ്. ഒരു സംശയവും വേണ്ട. അല്ല, അവർക്ക് പ്രതിഷേധിക്കാൻ അവകാശമുണ്ടല്ലോ. പ്രതിഷേധിക്കേണ്ടെന്ന് ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? ഞങ്ങൾ പ്രതിഷേധിച്ചില്ലേ? അവരും പ്രതിഷേധിക്കുന്നത്. ഇപ്പം ജനാധിപത്യ സമൂഹത്തിൽ, ഞാൻ പറഞ്ഞു തീർക്കട്ടെ, ജനാധിപത്യ സമൂഹത്തിൽ പ്രതിഷേധിക്കാനുള്ള അവകാശം എല്ലാവർക്കും ഉള്ളതാണ്. പക്ഷേ ഇന്നേ വരെ കേരളത്തിൻ്റെ ചരിത്രത്തിൽ ഒരു വനിതാ മന്ത്രിയെ കയ്യേറ്റം ചെയ്ത് കടന്നാക്രമിച്ച് കൊല്ലാൻ ശ്രമിക്കുക എന്നുള്ളത് അപൂർവ സംഭവമാണ്. അങ്ങനെ സംഭവമേയില്ല ഇവിടെ. അങ്ങനെ ഒരു സംഭവം ഉള്ളപ്പോൾ സ്വാഭാവികമായിട്ടും ഫലപ്രദമായ രീതിയിലുള്ള ജനകീയ പ്രതിരോധം തീർത്തുകൊണ്ട് മാത്രമേ ഇതിനെ അഭിമുഖീകരിക്കാൻ കഴിയൂ. മന്ത്രിയുടെ അടുത്തേക്ക് എത്തുന്നില്ല. പോലീസ് കൃത്യമായി ആ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ തടഞ്ഞു എന്നുള്ളതും ദൃശ്യങ്ങളിൽ എവിടെയും ഈ KSU പ്രവർത്തകർ മന്ത്രിക്ക് അടുത്തേക്ക് എത്തുന്നില്ല എന്നുള്ളതുമാണ് പറയുന്നത്. അല്ല, അത് പറയുന്നതല്ലേ. സ്വാഭാവികമായിട്ടും ന്യായീകരിക്കാൻ വേണ്ടി പറയുന്ന കാര്യമാണ്. അവിടെ കയറി ആക്രമണം നടത്തി എന്നുള്ളത് എല്ലാവരും അംഗീകരിച്ചതാണ്. പിന്നെ ദൃശ്യങ്ങൾ നോക്കിയാൽ മതി. നല്ലപോലെ സൂക്ഷിച്ചു. കടുത്ത വാക്കുകളാണ് MV ഗോവിന്ദന്റെ ഭാഗത്തു നിന്നും വരുന്നത്. വലിയ പ്രതിഷേധം തുടരുമ്പോൾ ഇതൊരു വധശ്രമ നീക്കമാണ് എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങൾ പറയുന്നു. കൂടുതൽ തെളിവുകൾ CPMന്റെ ഭാഗമായിട്ടുള്ളവർ പുറത്തുവിടുന്നുണ്ട്. അതിലൊരു കറുത്ത ഷർട്ടിട്ടയാൾ മന്ത്രിക്കടുത്ത് നിൽക്കുന്നതിന്റെ ദൃശ്യങ്ങളാണ് CPM പുറത്തുവിട്ടിരിക്കുന്നത്. MV ജയരാജനാണ് ആ ദൃശ്യങ്ങൾ പുറത്തുവിട്ടത്. എന്നാൽ ഇത് KSU പ്രവർത്തകരല്ല എന്നും മന്ത്രിയുടെ ഗൺമാനാണ് എന്നതുമാണ് മറുവാദം കോൺഗ്രസിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്നത്. മന്ത്രിയുടെ അടുത്തേക്ക് പ്രവർത്തകർ പോയിട്ട് പോലുമില്ല എന്ന നിലപാടിൽ കോൺഗ്രസ് ഉറച്ചു നിൽക്കുകയാണ്. കറുത്ത ഷർട്ടുകാരൻ മന്ത്രിയുടെ ഗൺമാനാണ് എന്ന് കോൺഗ്രസ് ചൂണ്ടിക്കാട്ടുന്നു. ഒപ്പം കഴിഞ്ഞ ദിവസം ഈ ആക്രമണം ഉണ്ടായി എന്ന് പറയുന്ന സമയം മുതൽ തുടങ്ങിയ മന്ത്രിയുടെ അഭിനയം, നാടകം തുടങ്ങിയ ആരോപണങ്ങൾ മുതിർന്ന നേതാക്കൾ പോലും, കോൺഗ്രസിന്റെ മുതിർന്ന നേതാക്കൾ പോലും ആവർത്തിക്കുന്നതാണ് നമ്മൾ കണ്ടത്. VD സതീശനും സണ്ണി ജോസഫും ചെന്നിത്തലയും ഈ വിഷയത്തോട് പ്രതികരിച്ചത് കാണാം. എന്തായാലും ആരോഗ്യമന്ത്രി തട്ടിവിട്ട ഒരു പച്ചക്കള്ളത്തിന്റെ പേരിൽ
വ്യാപകമായി കോൺഗ്രസ് പ്രവർത്തകരെ ആക്രമിക്കുകയും കോൺഗ്രസ് ഓഫീസുകൾ ആക്രമിക്കുകയും ഞങ്ങളുടെ പുതുയുഗ യാത്രയുടെ പ്രചരണ സാമഗ്രികൾ നശിപ്പിക്കുകയും ചെയ്യാം. തിരുവനന്തപുരത്തെ സ്വാഗത സംഘം ഓഫീസ് വരെ തല്ലി തകർത്തു. ഇല്ലാത്ത ഒരു കള്ളക്കഥയുണ്ടാക്കി പച്ചക്കള്ളം പ്രചരിപ്പിച്ച് നടത്തുന്ന കാര്യം ഇതൊക്കെ കേരളത്തിലെ ജനങ്ങൾക്കറിയാം. അവരിപ്പോൾ ആരോഗ്യമന്ത്രി കേരളത്തിലെ ജനങ്ങളുടെ മുന്നിൽ പരിഹാസം മാത്രമാണ്. കാരണം അവരഭിനയിക്കുകയായിരുന്നു. ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായി. ആരോഗ്യമന്ത്രിക്ക് KSU പ്രവർത്തകരാരും യാതൊരു തരത്തിലുള്ള കയ്യേറ്റമോ ആരോഗ്യമന്ത്രിയുടെ നേരെ കയ്യേറ്റമോ അക്രമമോ ഉണ്ടായിട്ടില്ല. യാതൊരു പരിക്കും പറ്റിയിട്ടില്ല. അങ്ങനെ ഒരു കയ്യേറ്റം ഉണ്ടായിരുന്നെങ്കിൽ ശരീരം കൈകൊണ്ടോ കാലുകൊണ്ടോ അല്ലെങ്കിൽ ഇനി കൊടി കെട്ടുന്ന വടി കൊണ്ടോ എന്തെങ്കിലും ഒരു ഉപകരണം കൊണ്ടോ അവരുടെ ദേഹത്ത് ആരെങ്കിലും സ്പർശിച്ചതായിട്ട് ഒരു വീഡിയോയിലും കാണാൻ സാധിക്കുന്നില്ല. എല്ലാവരും കണ്ടില്ലേ, വനിതാ പോലീസ് അടക്കമുള്ളവരാണ് അവരെ പിടിച്ചുകൊണ്ട് പോകുന്നത്. ആകെ 4-5 KSU പ്രവർത്തകർ കരിങ്കൊടി കാണിച്ചു. അതിപ്പോൾ എല്ലായിടത്തും നടക്കുന്നതല്ലേ. കരിങ്കൊടി കാണിച്ചിട്ട് അവർ വളരെ സുഖമായി നടന്ന് 3ാമത്തെ പ്ലാറ്റ്ഫോമിലേക്ക് പോയ ആളിനെ അപ്പോഴാണ് ഫോൺ വരുന്നത്. സ്പീക്കറാണ് വിശദീകരിക്കുന്നത് ഇവർക്ക് പരിക്ക് പറ്റിയെന്നും മുഖ്യമന്ത്രിക്ക് വിളിച്ചു കൊടുക്കും. മുഖ്യമന്ത്രി ഉടനെ ആശുപത്രിയിൽ അഡ്മിറ്റ് ചെയ്യാൻ നിർദ്ദേശം കൊടുക്കുന്നത്. ഇതെന്നെ വെള്ളരിക്ക പട്ടണമാണോ കേരളം? പണ്ടൊക്കെ CPM-ന് ഇത്തരം കള്ള പ്രചാര വേലകൾ ജനങ്ങൾക്ക് മനസ്സിലാവില്ലായിരുന്നു. എന്ത് കള്ളവും പ്രചരിപ്പിക്കാമായിരുന്നു. ഇപ്പം വിഷ്വൽ മീഡിയയുടെ കാലമാണ്. റെയിൽവേ സ്റ്റേഷനിലെ CCTV ഉണ്ട്. ഇതെല്ലാം പരിശോധിക്കട്ടെ. പക്ഷെ ഇത്രയും വലിയൊരു നടിയാണ് നമ്മുടെ ആരോഗ്യമന്ത്രി എന്ന് എനിക്കിപ്പോഴാണ് മനസ്സിലായത്. ഗോവിന്ദൻ മാസ്റ്ററും ആരോഗ്യമന്ത്രിയും തമ്മിൽ മത്സരമാണ് ഈ അഭിനയത്തിന്റെ കാര്യത്തിൽ. രണ്ടുപേരും അഭിനയിക്കുകയാണ്. മന്ത്രിയെ കൊല്ലാൻ ശ്രമിച്ചു എന്നാണ് പറയുന്നത്. ആരാണ് കൊല്ലാൻ ശ്രമിച്ചത്? ആരെങ്കിലും ഒരു KSU പ്രവർത്തകരോ അവരുടെ അടുത്തേലെത്തിയോ? അവരല്ലേ, മന്ത്രിയല്ലേ ആക്രോശിച്ചുകൊണ്ട് KSU പ്രവർത്തകർക്ക് നേരെ ആക്രോശിച്ചുകൊണ്ട് അടുത്തത്. അവരുടെ ചുറ്റും ഒരു 40 പോലീസുകാരുണ്ടായിരുന്നു. ചെന്നിത്തല ഉൾപ്പെടെ മന്ത്രിയുടേത് ഒരു ഷോ എന്ന നിലയിലുള്ള പ്രതികരണമാണ് നടത്തുന്നത്, നാടകം എന്ന നിലയിലുള്ള പ്രതികരണമാണ് നടത്തുന്നത്. അതേസമയം മന്ത്രിക്കെതിരായ പ്രതിഷേധത്തിൽ 5 KSU പ്രവർത്തകർ റിമാൻഡിലാണ്. KSU ജില്ലാ പ്രസിഡന്റ് അടക്കമുള്ളവർക്കെതിരെ വധശ്രമം അടക്കമുള്ള വകുപ്പുകളാണ് ചുമത്തിയിരിക്കുന്നത്. മന്ത്രിക്ക് പരിക്കേറ്റതിന് പിന്നാലെ പലയിടത്തും സംഘർഷം ഇന്നലെ മുതലുണ്ട്. ഇപ്പോഴും പലയിടങ്ങളിലും പ്രതിഷേധവും സംഘർഷങ്ങളും തുടരുന്ന സാഹചര്യമുണ്ട്. കണ്ണൂർ കോടിയേരിയിൽ കോൺഗ്രസ് ഓഫീസിന് തീയിട്ട സംഭവമുണ്ട്. കഴുത്തിന് ക്ഷതമേറ്റ മന്ത്രിയുടെ ആരോഗ്യസ്ഥിതി മെഡിക്കൽ ബോർഡ് വിലയിരുത്തി വരികയാണ്. അതിന്റെ ഏറ്റവും ഒടുവിൽ വന്ന മെഡിക്കൽ ബുള്ളറ്റിൻ പ്രകാരമാണ് ഇപ്പോൾ ശസ്ത്രക്രിയയുടെ ആവശ്യമില്ല എന്ന് വ്യക്തമായിരിക്കുന്നത്. മാത്രവുമല്ല, ഈ കശേരുക്കളിലാണ് വേദനയുള്ളത്. അവിടെ കടുത്ത വേദനയ്ക്ക് അല്പം കുറവുണ്ട് എങ്കിൽ പോലും മന്ത്രിക്ക് ആശുപത്രിയിൽ തന്നെ തുടരേണ്ടുന്ന സാഹചര്യം എന്നതാണ് മെഡിക്കൽ ബോർഡ് വിലയിരുത്തിയിരിക്കുന്നത്. ഇപ്പോൾ പരിയാരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലാണ് മന്ത്രിയുള്ളത്. അവിടെ തന്നെ തുടരാനാണ് തീരുമാനം. അപ്പോഴും വലിയ രീതിയിലുള്ള പ്രത്യാരോപണങ്ങൾ തുടരുകയാണ്. നമുക്കറിയാം, ഒരു തെരഞ്ഞെടുപ്പിന്റെ ഘട്ടത്തിൽ വലിയ രാഷ്ട്രീയ ആരോപണങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് ഉയരുന്നു, വലിയ ചർച്ചയാകുന്നു. ഒരു ഭാഗത്ത് ഇത് തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുള്ള അഭിനയം എന്ന് പറയുമ്പോൾ എന്തിന് അങ്ങനെ ഒരു സാഹചര്യം ഒരുക്കി എന്ന തുടങ്ങിയ പല വിധത്തിലുള്ള ചർച്ചകൾ ഇതുമായി ബന്ധപ്പെട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. രാഷ്ട്രീയ പാർട്ടികൾ സ്ഥാനാർത്ഥി നിർണയ ചർച്ചകൾ തകൃതിയായി നടത്തിക്കൊണ്ടിരിക്കുകയാണ്. CPM-ലും സ്ഥാനാർത്ഥി നിർണയവുമായി ബന്ധപ്പെട്ടുള്ള ആ പ്രക്രിയകൾ നടക്കുന്നു. ഏറ്റവും ഒടുവിൽ വരുന്ന വിവരമനുസരിച്ച് CPM-ൽ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് വരെ പരിഗണിക്കപ്പെട്ട ആ രീതിയിൽ പോലും ചർച്ചകൾ നടന്ന KK ശൈലജയ്ക്ക് സീറ്റില്ല എന്ന തരത്തിലുള്ള വിവരങ്ങളാണ് വരുന്നത്. KK ശൈലജയ്ക്ക് സീറ്റില്ല എന്നതിന്റെ സൂചനകൾ വരുന്നു. ശൈലജ മത്സര രംഗത്ത് പോലും ഉണ്ടാകില്ല എന്നതിന്റെ സൂചനകളാണ് വരുന്നത്. KK ശൈലജയാണ് ഈ മത്സരിക്കുന്ന ഇതുവരെ MLA-മാർ എല്ലാം മത്സരിക്കും എന്ന തീരുമാനമാണ് CPM-ൽ ഉണ്ടായിരുന്നത്. അതുമായി ബന്ധപ്പെട്ടുള്ള വിവരങ്ങളാണ് വന്നത്. അവർക്കെതിരായ വികാരം മണ്ഡലത്തിലില്ല എന്ന സർവേയുടെയൊക്കെ അടിസ്ഥാനത്തിൽ തന്നെയാണ്. മാത്രവുമല്ല, ഏറ്റവും ശക്തമായ മത്സരം മുന്നോട്ട് വെക്കാൻ വേണ്ടി MLA-മാരെല്ലാം മത്സരിക്കുമെന്നൊരു തീരുമാനമായിരുന്നു CPM-ൽ ഉണ്ടായിരുന്നത്. അങ്ങനെ മത്സരിക്കാൻ തീരുമാനിക്കുമ്പോഴും വനിതാ MLA-മാരെ മാറ്റുന്നു എന്നതാണ് പുറത്തുവരുന്ന വിവരം. അതിൽ ഏറ്റവും ഒഴിവാക്കപ്പെട്ട സ്ത്രീകളുടെ പട്ടികയിൽ ഒന്നാമത് KK ശൈലജ വരുന്നു എന്നതാണ്. മട്ടന്നൂർ മണ്ഡലത്തിൽ നിന്നുള്ള ജനപ്രതിനിധിയായ KK ശൈലജയ്ക്ക് പാർട്ടി സീറ്റ് നിഷേധിക്കുന്നു എന്നതാണ് ഏറ്റവും ഒടുവിൽ പുറത്തുവരുന്ന വിവരം. എന്താണ് ഇതിന്റെ കാരണം എന്നത് വ്യക്തമല്ല. ടേം വ്യവസ്ഥയിൽ ഉൾപ്പെടെ ഇത്തവണ ഇളവുണ്ടാകും എന്നതാണ് കരുതുന്നത്. അങ്ങനെയാണ്
തന്നെയാണ് മിക്ക MLA-മാർക്കും മത്സരിക്കാനുള്ളൊരു സാഹചര്യം ഒരുക്കുന്നത്. അപ്പോൾ ടേം വ്യവസ്ഥ KK ശൈലജയ്ക്ക് മാത്രം ബാധകമാകുന്നോ എന്നൊരു ചോദ്യം അവിടെ ഉയരുന്നുണ്ട്. ഇത്തവണ 2 ടേം വ്യവസ്ഥയിൽ പല MLA-മാർക്കും ഇളവ് കൊടുക്കുമ്പോൾ എന്തുകൊണ്ട് KK ശൈലജയെ മാറ്റി നിർത്താനുള്ളൊരു തീരുമാനം വരുന്നു എന്ന ചോദ്യമുണ്ട്. എന്നാൽ ആ ഒരു ഇളവ്, ടേം വ്യവസ്ഥയിലെ ഇളവ് KK ശൈലജയ്ക്ക് നൽകേണ്ടതില്ല എന്നതാണ് പാർട്ടിയുടെ തീരുമാനം എന്നാണ് മനസ്സിലാകുന്നത്. നിയമസഭാ തെരഞ്ഞെടുപ്പ് CPM-ന്റെ കരട് സ്ഥാനാർത്ഥി പട്ടിക വരുമ്പോൾ ഏറ്റവും ഞെട്ടലുണ്ടാക്കുന്നത് KK ശൈലജയുടെ അഭാവമാണ്. ആ ലിസ്റ്റിലെ KK ശൈലജയുടെ അഭാവമാണ്. മട്ടന്നൂരിൽ VK സനോജ് മത്സരിക്കാനുള്ള സാധ്യതകൾ ആണ് ഇപ്പോൾ ചർച്ചകളിൽ കാണുന്നത്. ഒരുപക്ഷെ പേരാവൂരിൽ KK ശൈലജ മത്സരിക്കും എന്ന തരത്തിലൊക്കെയുള്ള ചർച്ചകൾ നേരത്തെ നടന്നിരുന്നു. അപ്പോൾ അതിനുള്ള സാധ്യതയാണോ, അതിനുവേണ്ടിയാണോ മട്ടന്നൂരിൽ നിന്ന് മാറ്റുന്നത്, ആ ലിസ്റ്റിൽ നിന്ന് KK ശൈലജയെ ഒഴിവാക്കുന്നത് എന്ന ചോദ്യവും നിലനിൽക്കുന്നു. അങ്ങനെ പേരാവൂരിലേക്ക് മാറ്റുകയാണെങ്കിൽ KK ശൈലജ മത്സരിക്കുമോ, മത്സര രംഗത്തുണ്ടാകുമോ എന്ന ചോദ്യം. അങ്ങനെ എന്തായാലും KK ശൈലജയുടെ കാര്യത്തിൽ ഒരു അനിശ്ചിതത്വം നിലനിൽക്കുകയാണ്. മിക്ക വനിതാ MLA-മാർക്കും സീറ്റില്ല എന്നൊരു സാഹചര്യം കൂടിയുണ്ട്. ജില്ലാ സെക്രട്ടേറിയറ്റുകൾ ഇന്നലെയാണ് സംസ്ഥാന നേതൃത്വത്തിന് ഇതുമായി ബന്ധപ്പെട്ടുള്ള പേരുകൾ, ആരൊക്കെ മത്സര രംഗത്തുണ്ടാകണം എന്നതിന്റെ നിർദ്ദേശങ്ങൾ അല്ലെങ്കിൽ പേരുകൾ കൈമാറിയിരിക്കുന്നത്. KK ശൈലജ, U പ്രതിഭ, ദലീമ തുടങ്ങിയവർ ഈ ലിസ്റ്റിൽ ഉൾപ്പെട്ടിട്ടില്ല എന്നതാണ് വരുന്ന വിവരം. ആകെ CPM-നുള്ളത് ആകെ 12 വനിതാ MLA-മാരാണ് 15ാം നിയമസഭയിൽ എല്ലാ പാർട്ടികളിൽ നിന്നുമായി സഭയിലുണ്ടായിരുന്നത്. അതിൽ 8 പേർ CPM-ന്റെ MLA-മാരാണ്. അതിൽ ഒരാൾ കാനത്തിൽ ജമീല അന്തരിച്ചു. ആ തരത്തിൽ ഒരു എണ്ണം കുറവാണ് ഇപ്പോൾ. 7 MLA-മാർ അപ്പോൾ CPM-ൽ നിന്നുള്ളവർ ഉള്ളപ്പോൾ മന്ത്രിമാരായ വീണ ജോർജും R ബിന്ദുവും മത്സരിക്കും എന്ന് വരുന്നു. മന്ത്രിമാരായ 2 MLA-മാരും മത്സരിക്കും എന്നതാണ് അറിയാൻ കഴിയുന്നത്. സംവരണ മണ്ഡലമായ കോങ്ങാട് നിന്നുള്ള ശാന്തകുമാരി മത്സരിക്കും എന്ന വിവരമുണ്ട്. ഇവരൊഴികെ മറ്റ് വനിതാ MLA-മാർക്ക് ഈ നിർദ്ദേശിക്കുന്ന ഈ ആദ്യഘട്ടത്തിലെ ലിസ്റ്റിൽ സീറ്റില്ല എന്നതാണ് പുറത്തുവരുന്ന വിവരം. എന്നാൽ സംസ്ഥാന തലത്തിൽ കൂടി ചർച്ചകൾ നടന്നതിന് ശേഷമായിരിക്കും ഇതിലൊരു അന്തിമ തീരുമാനം ഉണ്ടാവുക. അപ്പോൾ ഇതിൽ മാറ്റം വരുന്നോ എന്നത് വ്യക്തമല്ല. എന്തായാലും ജില്ലകളിൽ നിന്ന് നേതൃത്വത്തിലേക്ക് അയച്ചിട്ടുള്ള ലിസ്റ്റിൽ ഈ നിലവിലുള്ള MLA-മാർക്ക് സീറ്റില്ല എന്നതാണ്, വനിതാ MLA-മാർക്ക് ഇല്ല എന്നതാണ് മനസ്സിലാകുന്നത്. മുൻ MP CS സുജാത, യുവനേതാവ് ശിവപ്രസാദ് എന്നിവർ പട്ടികയിൽ ഉൾപ്പെട്ടിട്ടുണ്ട് എന്നൊരു സാഹചര്യം കൂടിയുണ്ട്. പലയിടങ്ങളിലും വിഭാഗീയതയും വിവാദങ്ങളും ഒക്കെയാണ് പ്രശ്നങ്ങൾ സൃഷ്ടിച്ചിരിക്കുന്നത്. ഈ നിലവിലെ MLA-മാർക്ക് തന്നെ സീറ്റ് നൽകേണ്ടതില്ല എന്ന തീരുമാനത്തിലേക്ക് എത്തുന്നതിനുള്ള കാരണം എന്ന് മനസ്സിലാകുന്നു. എന്തായാലും പ്രതിഭയുടെ കാര്യത്തിൽ വിഭാഗീയതയും വിവാദങ്ങളും ഒക്കെ ഒരു കാരണമായിട്ടുണ്ട് എന്നതാണ് മനസ്സിലാക്കുന്നത്. അപ്പോൾ ദലീമയുടെ കാര്യത്തിൽ എന്താണ് ഈ ഒഴിവാക്കപ്പെടാനുള്ള കാരണം എന്നത് വ്യക്തതയില്ല. പാർട്ടി പ്രവർത്തകർക്കിടയിൽ പോലും പ്രതിഭയ്ക്ക് സീറ്റ് നൽകുന്നതിൽ അഭിപ്രായ വ്യത്യാസമുണ്ട് എന്നത് കേട്ടിരുന്നു. അപ്പോൾ ഒരു പക്ഷേ ഒഴിവാക്കപ്പെടുമെന്നുള്ള സാഹചര്യം നേരത്തെ തന്നെ കണ്ടതാണ്. എന്നാൽ എല്ലാ MLA-മാരും മത്സരിക്കാനുള്ള തീരുമാനമെടുത്താൽ ഉൾപ്പെടുമെന്നും കരുതിയതാണ്. അവിടെയാണ് പ്രതിഭ ഇപ്പോൾ ഒഴിവാക്കപ്പെടുന്നു എന്ന വിവരം വരുന്നത്. തെരഞ്ഞെടുക്കപ്പെട്ട കാലം മുതലുണ്ടായ വിവാദങ്ങളും പ്രതിഭയെ സംബന്ധിച്ച് തിരിച്ചടിയായിട്ടുണ്ട് എന്നതാണ് മനസ്സിലാകുന്നത്. എന്നാൽ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് വരെ പരിഗണിക്കപ്പെട്ട KK ശൈലജയ്ക്ക് എന്താണ് അയോഗ്യതയായി വരുന്നത് എന്ന കാര്യത്തിൽ വ്യക്തതയില്ല. ആരോഗ്യമന്ത്രി വീണ ജോർജ് 3ാം തവണയും ആറന്മുളയിൽ നിന്ന് മത്സരിക്കുമെന്ന് വ്യക്തമായിട്ടുണ്ട്. അപ്പോൾ ടേം വ്യവസ്ഥയാണെങ്കിൽ വീണ ജോർജിന് മത്സരിക്കുന്നതിന് എങ്ങനെ സാഹചര്യം ഒരുങ്ങുന്നു എന്ന ചോദ്യം വരും. അപ്പോൾ വീണ ജോർജ് 3ാം തവണയും മത്സരിക്കുമ്പോൾ KK ശൈലജ ടീച്ചർ മാറി നിൽക്കുന്ന ഒരു സാഹചര്യമാണുള്ളത്. ജില്ലാ സംസ്ഥാന നേതൃത്വങ്ങൾക്ക് ഇക്കാര്യത്തിൽ ഒരേ അഭിപ്രായമാണ്. ആറന്മുളയിൽ വീണ ജോർജ് മത്സരിക്കുന്ന കാര്യത്തിൽ എന്നതാണ് മനസ്സിലാകുന്നത്. കോൺഗ്രസിന് അവിടെ ഒരു സർപ്രൈസ് സ്ഥാനാർത്ഥി ഉണ്ടാകും എന്നതൊക്കെയാണ് കരുതപ്പെടുന്നത്. അങ്ങനെയാണെങ്കിൽ വീണ ജോർജ് തന്നെ മത്സരിക്കണം എന്നതാണ് പാർട്ടി എത്തുന്ന നിഗമനം അല്ലെങ്കിൽ തീരുമാനം എന്നതാണ് മനസ്സിലാകാൻ കഴിയുന്നത്. ഉന്നത വിദ്യാഭ്യാസ മന്ത്രി R ബിന്ദു ഇരിങ്ങാലക്കുടയിൽ തന്നെ മത്സരിക്കുമെന്നും വരുന്നു. A വിജയരാഘവൻ മത്സരിക്കുകയാണെങ്കിൽ ഒരുപക്ഷെ ബിന്ദു ഉണ്ടാകില്ല എന്ന തരത്തിലൊക്കെയുള്ള ചർച്ചകൾ ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ വരുന്ന വിവരം അനുസരിച്ച് R ബിന്ദു ഇരിങ്ങാലക്കുടയിൽ തന്നെ മത്സരിക്കും എന്നതാണ്. കോങ്ങാട് മണ്ഡലത്തിൽ നിന്നും ശാന്തകുമാരിയുടെ പേര് ജില്ലാ നേതൃത്വം കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൽ മാറ്റമുണ്ടാകില്ല എന്നതാണ് മനസ്സിലാകുന്നത്. എന്തായാലും സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദന്റെ ഭാര്യ PK ശ്യാമള മത്സരിക്കുമെന്ന സൂചനയുണ്ടായിരുന്നുവെങ്കിലും ജില്ലാ ഘടകങ്ങളിൽ അവിടെ ചില എതിർപ്പ് ശാന്തകുമാരി മത്സരിക്കുന്നതിനെതിരെ ഉണ്ട് എന്നതാണ് ഇപ്പോൾ മനസ്സിലായിരിക്കുന്നത്. അത് മാറ്റം വരുമോ ഇല്ലയോ എന്നത് കാത്തിരുന്ന് കാണണം. ചിന്താർ ജെറോം, PK സൈനബ, ആര്യ രാജേന്ദ്രൻ തുടങ്ങിയ വനിതകളുടെ പേരുകൾ പല മണ്ഡലങ്ങളിലും പറഞ്ഞു കേൾക്കുന്നുണ്ട്. അതിൽ തീരുമാനമായിട്ടില്ല. ഒരു പക്ഷേ അന്തിമ തീരുമാനത്തിലേക്ക് എത്തുമ്പോൾ കൂടുതൽ വനിതകൾ ഉൾപ്പെടാനുള്ള സാധ്യതയുണ്ട് എന്നതാണ് മനസ്സിലാകുന്നത്. അപ്പോൾ പോലും മത്സരിച്ച
വനിതാ MLA-മാർ മത്സരിച്ച് ജയിച്ച വനിതാ MLA-മാരെ എന്തുകൊണ്ട് മാറ്റി നിർത്തുന്നു എന്ന ചോദ്യം, അതിൽ പ്രധാനമായും KK ശൈലജയെ എന്തുകൊണ്ട് ഒഴിവാക്കുന്നു എന്ന ചോദ്യം ഉയർന്നു കേൾക്കുന്നു. വിവാദമായ ദ കേരള സ്റ്റോറി 2 സിനിമയുടെ റിലീസ് തടഞ്ഞിരിക്കുകയാണ് ഹൈക്കോടതി. നിർമ്മാതാക്കൾക്ക് വൻ തിരിച്ചടി ഹൈക്കോടതിയിൽ ഉണ്ടായിരിക്കുന്നു. ചിത്രത്തിന്റെ റിലീസ് കോടതി ഇടക്കാലത്തേക്ക് സ്റ്റേ ചെയ്തിരിക്കുകയാണ്. ഇടക്കാല ഉത്തരവിലൂടെ താൽക്കാലികമായി സ്റ്റേ ചെയ്തിരിക്കുകയാണ്. നാളെ സിനിമ റിലീസ് ചെയ്യാനിരിക്കെയാണ് ഇന്ന് കോടതി ഒരു ഇടപെടൽ നടത്തുകയും അതിന്റെ റിലീസ് സ്റ്റേ ചെയ്യുകയും ചെയ്തിരിക്കുന്നത്. കേരള സ്റ്റോറി 2-വിന് പ്രദർശനാനുമതി നൽകരുതെന്നും സെൻസർ സർട്ടിഫിക്കറ്റ് റദ്ദാക്കണമെന്നും ആവശ്യപ്പെട്ടുള്ള ഹർജിയിലാണ് ഹൈക്കോടതിയുടെ ഈ ഇടപെടൽ ഉണ്ടാകുന്നത്. 15 ദിവസത്തേക്കാണ് ഹൈക്കോടതിയുടെ ഇടക്കാല സ്റ്റേ ഉള്ളത്. സിനിമ പ്രഥമ ദൃഷ്ട്യാ തന്നെ മതസൗഹാർദ്ദത്തിന് ഭീഷണിയാണെന്നാണ് കോടതി ചൂണ്ടിക്കാട്ടിയിരിക്കുന്നത്. സെൻസർ തീരുമാനം പുനഃപരിശോധിക്കണമെന്നും കോടതി അറിയിച്ചിട്ടുണ്ട്. ഈ സിനിമ കാണാനും സെൻസർ ബോർഡിനോട് കോടതി ആവശ്യപ്പെട്ടിട്ടുണ്ട്. കേരള സ്റ്റോറിയുടെ രണ്ടാം ഭാഗമായ കേരള സ്റ്റോറി 2-വിന്റെ ട്രെയിലർ കുറച്ച് ദിവസങ്ങൾക്ക് മുൻപാണ് പുറത്തു വന്നത്. അന്നു മുതൽ തന്നെ അത് വലിയ വിവാദമായിരുന്നു. കേരളത്തിൽ ഹിന്ദു പെൺകുട്ടികളെ പ്രണയം നടിച്ച് നിർബന്ധിത മതം മാറ്റത്തിന് വിധേയരാക്കുന്നുവെന്നും സമ്മതമില്ലാതെ ബീഫ് വായിൽ വെച്ച് കഴിക്കാൻ ഭീഷണിപ്പെടുത്തുന്നതും ഉൾപ്പെടെയുള്ള ദൃശ്യങ്ങളായിരുന്നു ഈ ട്രെയിലറിൽ ഉണ്ടായിരുന്നത്. വലിയ വിമർശനം ഇതിനെതിരെ ഉയർന്നു. ചിത്രത്തിന്റെ ട്രെയിലറിനെതിരെ വലിയ വിമർശനം ഉയരുകയും അത് കോടതിയിൽ എത്തുകയൊക്കെ ചെയ്ത ഘട്ടത്തിൽ ട്രെയിലർ കണ്ട് മാത്രം ഇതിനെ വിലയിരുത്തരുത് എന്നതാണ് നിർമ്മാതാക്കൾ ചൂണ്ടിക്കാട്ടിയിരുന്നത്. പക്ഷേ കോടതി അത് തള്ളിക്കളഞ്ഞിരിക്കുകയാണ്. ഇത് മതസൗഹാർദ്ദത്തിന് ഭീഷണി ഉണ്ടാക്കുമെന്ന ഒരു നിരീക്ഷണം കോടതിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുണ്ട്. വർഗീയ ധ്രുവീകരണത്തിന് ഈ ചിത്രം കാരണമാകുമെന്ന് ആരോപിച്ച് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉൾപ്പെടെയുള്ളവർ രംഗത്ത് വന്ന ഒരു സാഹചര്യം നേരത്തെ തന്നെ ഉണ്ടായിരുന്നു. വലിയ വിമർശനമാണ് ഈ ചിത്രത്തിനെതിരെ ഉയർന്നത്. സിനിമ കേരളത്തെ കളങ്കപ്പെടുത്താൻ ഉള്ളതെന്നും ക്രമസമാധാന പ്രശ്നത്തിന് കാരണമാകുമെന്നുമായിരുന്നു ഈ ഹർജിക്കാരൻ കോടതിയിൽ ചൂണ്ടിക്കാട്ടിയത്. ഇപ്പോൾ ആ ഹർജിക്കാരന്റെ വാദങ്ങൾ അംഗീകരിച്ചുകൊണ്ട് തന്നെയാണ് ഇതിലൊരു ഇടപെടൽ കോടതിയുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത്. ഒരു പ്രദേശത്തെ ജനത്തെ ആകെ തെറ്റായ രീതിയിൽ ചിത്രീകരിക്കുകയാണ് ദ കേരള സ്റ്റോറി 2 ചെയ്യുന്നത്. കേരളം വർഗീയതയുടെയും മതപരിവർത്തനത്തിന്റെയും നാടാണെന്ന പ്രചാരണം നടത്താനാണ് സിനിമയിലൂടെ ശ്രമിക്കുന്നത് തുടങ്ങിയ കാര്യങ്ങൾ ഹർജിയിൽ ചൂണ്ടിക്കാട്ടിയിരുന്നു. തീവ്രവാദത്തിന്റെയും മതപരിവർത്തനത്തിന്റെയും നാടാണ് കേരളമെന്ന് മുദ്ര കുത്താനാണ് ഈ സിനിമയെന്ന് ഹർജിയിൽ ചൂണ്ടിക്കാട്ടിയിരുന്നു. എന്തായാലും ഇപ്പോൾ ഈ കാര്യങ്ങളൊക്കെ പരിഗണിച്ച കോടതി ഇത് തൽക്കാലത്തേക്ക് ഇതിന്റെ റിലീസ് സ്റ്റേ ചെയ്തിരിക്കുകയാണ്. ഈ ഹർജിക്കാരന്റെ ആശങ്ക കോടതി കണ്ടിട്ടുണ്ട്. അത് മതസൗഹാർദ്ദത്തെ തകർക്കും എന്ന സാഹചര്യം, ഒരു നിരീക്ഷണം കോടതിയുടെ ഭാഗത്തു നിന്നും ഉണ്ടാവുകയാണ്. ഇനി എന്താണ് നിർമ്മാതാക്കളുടെ നീക്കം എന്നതാണ് അറിയേണ്ടത്. ഒരുപക്ഷെ മേൽക്കോടതി ഉൾപ്പെടെ സമീപിക്കാനുള്ള സാഹചര്യമുണ്ടെന്ന് അറിയുന്നു. എന്തായാലും ഈ സിനിമയുടെ റിലീസ് തടയണമെന്നാവശ്യപ്പെട്ട് കോടതിയെ സമീപിച്ച ഹർജിക്കാരന്റെ ഒരു പ്രതികരണം കൂടി നമുക്ക് കേൾക്കാം. സന്തോഷം. 15 ദിവസത്തേക്ക് സ്റ്റേ ആണ്. നമ്മൾ റെപ്രസെന്റേഷൻ കൊടുത്തിട്ടുണ്ട്. ലെറ്റ്സ് ഹോപ്പ് ഫോർ ദ ബെസ്റ്റ്. നമ്മൾ മുമ്പോട്ട് വെച്ചത് കേരള സ്റ്റോറി എന്നുള്ള പേരിടുന്നത് വഴി കേരള അല്ലെങ്കിൽ മലയാളികളായിട്ടുള്ള കമ്മ്യൂണിറ്റിയെ ഇവിടെ നടക്കാത്ത കാര്യങ്ങൾ സിനിമ വഴി പല രീതിയിൽ പ്രൊപ്പഗാൻഡ പൊള്ളിയുന്ന രീതിയിലാണ്. അപ്പോൾ ഞാൻ പേഴ്സണലി കൊടുത്ത കേസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ പേഴ്സണലി അനുഭവിച്ച കാര്യങ്ങളാണ്. അപ്പോൾ നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. കൂടുതൽ പ്രതികരണമാണ് നമ്മൾ കേട്ടത്. രാജ്യത്ത് നിലനിൽക്കുന്ന സാഹചര്യമാണ് സിനിമയിലൂടെ പറഞ്ഞതെന്നായിരുന്നു സംവിധായകൻ കാമാഖ്യ നാരായൺ സിംഗിന്റെ അവകാശവാദം. എന്തായാലും ഡൽഹിയിൽ വാർത്താസമ്മേളനം പാതി വഴിയിൽ അവസാനിപ്പിച്ച് പോകേണ്ടി വന്നതിന്റെ നാണക്കേടിന് പിന്നാലെയാണ് ഇപ്പോൾ കോടതിയിലും തിരിച്ചടി നേരിട്ടിരിക്കുന്നത്. ജെറുസലേമിൽ ചരിത്രപരമായ 16 ധാരണാപത്രങ്ങൾ ഒപ്പുവെച്ച് ഇന്ത്യയും ഇസ്രയേലും. പ്രതിരോധ പങ്കാളിത്തത്തിലും ഭീകരവിരുദ്ധ സഹകരണത്തിലും ഇരു രാജ്യങ്ങളും ഒന്നിച്ചു നീങ്ങും. വ്യാപാര കരാറിന്റെ ആദ്യഘട്ട ചർച്ചകളും നടന്നു. കൃഷി, AI, സൈബർ സെക്യൂരിറ്റി തുടങ്ങിയ വിവിധ മേഖലകളിൽ സഹകരിക്കാനുള്ള തീരുമാനമുണ്ടായിട്ടുണ്ട്. ഇസ്രയേൽ നൽകിയ സ്വീകരണത്തിന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി നന്ദി പറഞ്ഞു. मेरे और भारतीय डेलीगेशन के गर्मजोशी भरे स्वागत के लिए मैं प्रधानमंत्री नेतन्याहू का एक बार फिर हृदय से आभार व्यक्त करता हूं। 9 वर्ष पहले मुझे इजरायल की यात्रा करने वाले पहले भारतीय प्रधानमंत्री बनने का
രാജ്യത്ത് सौभाग्य ഇസ്രായേൽ मिला। ബന്ധത്തിലും ഇസ്രായേൽ സന്ദർശനത്തിലും വലിയ വിമർശനം ഉയരുമ്പോഴാണ് പ്രധാനമന്ത്രിക്ക് അവിടെ വലിയ ഊഷ്മളമായ സ്വീകരണം ഉണ്ടാകുന്നത്. ഇപ്പോൾ ചരിത്രപരമായ കരാറുകളിൽ ഏർപ്പെടുന്നത് അജയ് സുധാ ബിജു നമുക്കൊപ്പം വിവരങ്ങളുമായി ചേരുകയാണ്. അജയ്, 16 ധാരണാപത്രങ്ങൾ ഒപ്പിട്ടിരിക്കുന്നു. ചരിത്രപരമായ തീരുമാനങ്ങളാണ് ഉണ്ടായിരിക്കുന്നതെന്ന് പ്രധാനമന്ത്രി പറയുന്നു. എന്തൊക്കെയാണ് ഇന്നുണ്ടായിട്ടുള്ള നിർണായക നീക്കങ്ങൾ? രേണുക, ചരിത്രത്തിൽ തന്നെ ആദ്യമായി ഇസ്രായേൽ സന്ദർശിക്കുന്ന ഇന്ത്യൻ പ്രധാനമന്ത്രിയാണ് നരേന്ദ്രമോദി എന്ന് പറയുന്നത്. 2017 അദ്ദേഹത്തിന്റെ ആദ്യ സന്ദർശനം. ഇപ്പോൾ അദ്ദേഹത്തിന്റെ രണ്ടാമത്തെ സന്ദർശനമാണ് ഇപ്പോൾ ഇന്നലെയും ഇന്നുമായി നടന്നുകൊണ്ടിരിക്കുന്നത്. വൈകാതെ തന്നെ അദ്ദേഹം സന്ദർശനം പൂർത്തിയാക്കി ഇന്ത്യയിലേക്ക് മടങ്ങി വരും. 5:50 അദ്ദേഹം ഇന്ത്യയിലേക്ക് തിരിക്കും എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഈ രണ്ടാമത്തെ സന്ദർശനത്തിൽ വളരെ നിർണായകമായിട്ടുള്ള 16 ഉഭയകക്ഷി ധാരണാപത്രങ്ങളിലാണ് ഇന്ത്യയും ഇസ്രായേലും ഒപ്പുവെച്ചിരിക്കുന്നത്. അതിലേറ്റവും പ്രധാനപ്പെട്ടത് ഈ ഭീകരവാദ വിരുദ്ധതയ്ക്ക് വേണ്ടി ഇരു രാജ്യങ്ങളും ഒന്നിച്ചു നീങ്ങും, അതുപോലെ തന്നെ വിവിധ പ്രതിരോധ കരാറുകളുമാണ്. ഈ പ്രതിരോധ മേഖലയിൽ ഇരു രാജ്യങ്ങളുടെയും സംയുക്ത സഹകരണം ഉണ്ടാകും എന്ന് തന്നെയാണ് ഈ ഒരു കരാറിലൂടെ, ഈ ഒരു ധാരണാപത്രത്തിലൂടെ ഇരു രാജ്യങ്ങളും നിലവിൽ അറിയിച്ചിട്ടുള്ളത്. ഇന്ത്യ ഇസ്രായേലിൽ നിന്ന് കൂടുതൽ ആയുധങ്ങൾ ഉൾപ്പെടെ വാങ്ങാനും അതുപോലെ തന്നെ പല ആയുധങ്ങളുടെ നിർമ്മാണത്തിൽ ഇന്ത്യയും സഹകരിക്കാനും ഇതിലൂടെ തീരുമാനമാകും എന്ന് തന്നെയാണ് പ്രതീക്ഷ. ഇപ്പോൾ നിലവിൽ ധാരണാപത്രം മാത്രമാണ് ഒപ്പിട്ടിട്ടുള്ളത്. കരാറുകളൊന്നും തന്നെ നിലവിൽ ആയിട്ടില്ല. ഇന്ത്യയും ഇസ്രായേലും തമ്മിൽ വ്യാപാര കരാർ ചർച്ചകളും നിലവിൽ ആരംഭിച്ചിട്ടുണ്ട്. ഇന്നലെ ആദ്യഘട്ട ചർച്ചകൾക്ക് തുടക്കമിട്ടു. ഇനി അത് തുടർന്നും നടക്കും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. മാത്രമല്ല കൃഷി, AI, അതുപോലെ സൈബർ സെക്യൂരിറ്റി തുടങ്ങി വിവിധ മേഖലകളിൽ ഇന്ത്യയും ഇസ്രായേലും സഹകരിക്കും എന്നും തീരുമാനിച്ചിട്ടുണ്ട്. ഇന്നലെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അവിടെ ഇസ്രായേൽ പാർലമെന്റായിട്ടുള്ള നെസറ്റിൽ സംസാരിച്ചു. അവിടുത്തെ പരമോന്നത ബഹുമതി ഉൾപ്പെടെ ഏറ്റുവാങ്ങി. അങ്ങനെ വളരെ വലിയ സ്വീകരണമാണ്, തീർച്ചയായും വളരെ ഊഷ്മളമായ സ്വീകരണമാണ് പ്രധാനമന്ത്രിക്ക് അവിടെ ലഭിച്ചത്. ഇപ്പോൾ ചരിത്രപരമായ പല കരാറുകളിലും ഒപ്പിടുന്നു. ഏതാണ്ട് 16 ധാരണാപത്രങ്ങൾ ഒപ്പിട്ടിരിക്കുന്നു. വലിയ നേട്ടമായാണ് കാണുന്നത്. അതേസമയം രാജ്യത്ത് വലിയ രീതിയിലുള്ള വിമർശനം ഈ സന്ദർശനത്തിൽ ഇസ്രായേലിനോട് ഉള്ള ഈ അടുപ്പത്തിൽ ഉയരുന്നു. കോൺഗ്രസിന്റെ ഭാഗത്തു നിന്നൊക്കെ വലിയ വിമർശനം ഉയരുന്നു എന്നൊരു സാഹചര്യം കൂടിയുണ്ട്. അജയ് സുധാ ബിജു വിവരങ്ങൾ നൽകിയത്. നമ്മൾ വളരെ വേഗത്തിൽ പോകുന്നു. വെസ്റ്റ് ഇൻഡീസ് സൗത്ത് ആഫ്രിക്ക മത്സരം ആവേശകരമായി പുരോഗമിക്കുകയാണ്. ഒരു ഭാഗത്ത് വെസ്റ്റ് ഇൻഡീസ് സൗത്ത് ആഫ്രിക്ക മത്സരം പുരോഗമിക്കുമ്പോൾ ഇന്ത്യൻ ആരാധകർ ആകാംക്ഷയിലാണ്. ഇന്ത്യ സിംബാബ്വെ മത്സരത്തിനായി അവർ കാത്തിരിക്കുകയാണ്. രാത്രി 7 മണിക്ക് ചെന്നൈയിലാണ് ഈ മത്സരം. ഇന്ത്യക്ക് ഇന്ന് മത്സരം ജയിച്ചേ മതിയാകൂ. അതേസമയം മലയാളികൾക്ക് ആശ്വാസവും സന്തോഷവുമായി സഞ്ജു സാംസൺ ടീമിൽ തിരികെ എത്തുമെന്ന് ഏതാണ്ട് ഉറപ്പായിരിക്കുകയാണ്. അക്സർ പട്ടേലും ടീമിലേക്ക് തിരിച്ചെത്തും എന്നതാണ് സാഹചര്യം. ഹരികൃഷ്ണൻ ഇതിന്റെ വിവരങ്ങളുമായി ചേരുന്നുണ്ട്. ഹരി, ഓരോ ഇന്ത്യൻ ആരാധകന്റെയും നെഞ്ചിൽ തീയാണ് എന്ന് തന്നെ പറയാം. ഒരു ഭാഗത്ത് നടക്കുന്ന മത്സരം, അതിന്റെ ഫലം പോലും നിർണായകമാണ്. ഇന്ത്യ വലിയ സ്കോറിൽ ജയിക്കേണ്ടതൊക്കെയുണ്ട്. അപ്പോ എന്താണ് സാഹചര്യം? സഞ്ജു തിരിച്ചു വരുന്നത് ഒരു പ്രതീക്ഷയുമാണ്. അല്ല, തീർച്ചയായും രേണു, അത് തന്നെയാണ് നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ സംസാരിച്ചുകൊണ്ടിരുന്നതാണ്. ഇന്ത്യക്ക് ഇത് മരണക്കളിയാണ്. എന്ത് വന്നാലും ജയിച്ചേ മതിയാവുകയുള്ളൂ എന്നത് പറയാതിരിക്കാൻ കഴിയില്ല. അതോടൊപ്പം തന്നെ ഇപ്പോൾ സൗത്ത് ആഫ്രിക്ക വെസ്റ്റ് ഇൻഡീസ് മത്സരം നടക്കുകയാണ്. അതിൻ്റെ ഫലം വളരെയധികം നിർണായകമാണ് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം. അതിൽ സൗത്ത് ആഫ്രിക്ക ജയിക്കണം എന്നുള്ളതാണ്. കളിയുടെ ഗതി അനുസരിച്ച് ഇപ്പോൾ സൗത്ത് ആഫ്രിക്കയ്ക്ക് അനുകൂലമാണ്. വെസ്റ്റ് ഇൻഡീസ് 20 ഓവറിൽ നിന്ന് 176 റൺസ് നേടിയപ്പോൾ ഇപ്പോൾ പവർ പ്ലേ കഴിഞ്ഞിരിക്കുന്നു. സൗത്ത് ആഫ്രിക്കയ്ക്ക് 69 റൺസ്, വിക്കറ്റ് നഷ്ടമില്ലാതെ നിൽക്കുന്നു സൗത്ത് ആഫ്രിക്ക. അതായത് ഇനി അടുത്ത 14 ഓവറുകളിൽ നിന്ന് 108 റൺസാണ് സൗത്ത് ആഫ്രിക്കയ്ക്ക് ജയിക്കാൻ വേണ്ടത്. 10 വിക്കറ്റ് കയ്യിലുണ്ട്. ഇന്ത്യൻ ആരാധകരെ സംബന്ധിച്ചിടത്തോളം അത് ആശ്വാസം നൽകുന്ന ഒരു റിപ്പോർട്ടാണ്. കാരണം സൗത്ത് ആഫ്രിക്കയ്ക്ക് ജയിക്കാനുള്ള സാധ്യത കൂടുതലാണ്. 10 വിക്കറ്റ് ഇപ്പോഴും കയ്യിലുണ്ട് അവർക്ക്. അപ്പോൾ സൗത്ത് ആഫ്രിക്ക ജയിച്ചാൽ മാത്രമേ വെസ്റ്റ് ഇൻഡീസിന്റെ നെറ്റ് റൺ റേറ്റ് കുറയുകയും ഇന്ത്യക്ക് സാധ്യതയുള്ളൂ എന്നാണ്. അപ്പോൾ ഇന്ന് വൈകുന്നേരം 7 മണിക്ക് ചെന്നൈയിൽ നടക്കുന്ന മത്സരം വളരെ നിർണായകമാണ്. സഞ്ജുവും ടീമിലേക്ക് തിരികെ വരാൻ പോവുകയാണ്. നമീബിയക്കെതിരായ മത്സരത്തിന് ശേഷം സഞ്ജു ടീമിലേക്ക് തിരികെ വരാൻ പോകുന്നു. അക്സർ പട്ടേലും ടീമിൽ സ്ഥാനം നേടാൻ പോകുന്നു. 2 പേര് മിസ് ഔട്ട് ആവും. ഒന്ന് വാഷിംഗ്ടൺ സുന്ദർ, മറ്റൊന്ന് റിങ്കു സിംഗ്. തൻ്റെ ഫാമിലി പ്രശ്നം കാരണമാണ് വാഷിംഗ്ടൺ സുന്ദർ കഴിഞ്ഞ കളിയിലൊന്നും മികച്ച രീതിയിൽ പെർഫോം ചെയ്യാത്തതുകൊണ്ട് വാഷിംഗ്ടൺ സുന്ദർ മാറി നിൽക്കും. പക്ഷേ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ടീമിൽ ഉണ്ടാകുന്ന ചേഞ്ചസ്. സഞ്ജു വരികയാണെങ്കിൽ ടോപ്പ് ഓർഡർ ഉണ്ടാകുന്ന മാറ്റങ്ങൾ ഇതൊക്കെ തന്നെയാണ്. സഞ്ജു ഓപ്പണറായിട്ട് വരുമ്പോഴേക്കും ഓപ്പണറായിരിക്കുന്ന ഈഷൻ കിഷൻ ഇന്ന 3ലേക്ക് മാറും. അങ്ങനെ കുറച്ച് ടാക്ടിക്കലായിട്ടുള്ള ചേഞ്ചുമായിട്ടായിരിക്കും ഇന്ത്യ സൂപ്പർ 8 2ാം മത്സരത്തിലായി ഇറങ്ങുന്നത്. പറഞ്ഞതുപോലെ തന്നെ സിംബാബ്വേയുമായിട്ട്
ഇന്നത്തെ മത്സരത്തിൽ നെറ്റ് റൺ റേറ്റ് കണക്ക് കൂട്ടേണ്ടി വരുന്നത് വെസ്റ്റ് ഇൻഡീസ് ജയിച്ചാൽ മാത്രമാണ്. അല്ലെങ്കിൽ ഇന്ത്യ അടുത്ത 2 മത്സരങ്ങൾ ജയിച്ചാൽ മാത്രം മതിയാകും. ഈ നെറ്റ് റൺ റേറ്റിന്റെ കളി നമ്മൾ രാവിലെ തൊട്ട് സംസാരിച്ചുകൊണ്ടിരുന്നത് ഈ സൗത്ത് ആഫ്രിക്ക വേഴ്സസ് വെസ്റ്റ് ഇൻഡീസ് മത്സരത്തിൽ എങ്ങാനും വെസ്റ്റ് ഇൻഡീസ് ജയിച്ചാലാണ്. പക്ഷേ നിലവിലത്തെ സാഹചര്യ പ്രകാരം സൗത്ത് ആഫ്രിക്കയുടെ കയ്യിലാണ് കളി ഇരിക്കുന്നത്. ഇനി ഒരു അത്ഭുതം സംഭവിച്ചാൽ മാത്രമേ വെസ്റ്റ് ഇൻഡീസ് ജയിക്കേണ്ടി വരുള്ളൂ. അപ്പോൾ നിലവിൽ നമുക്കിപ്പോൾ നെറ്റ് റൺ റേറ്റ് ഇപ്പോൾ തൽക്കാലം ഇക്വേഷനിൽ നിന്ന് മാറ്റി നിർത്താം. ഇന്ത്യക്ക് അനുകൂലമാണ്. നേരത്തെ ഇരുണ്ട കാർമേഘങ്ങളായിരുന്നെങ്കിൽ ഇപ്പോൾ അതൊക്കെ മാറി സൂര്യപ്രകാശമൊക്കെ വന്ന് നിൽക്കുന്ന ഇന്ത്യൻ ഡ്രസ്സിംഗ് റൂമിനെ കാണാൻ സാധിക്കും. കാരണം ഇത്രയും നേരം ഈ കളി, അതായത് സൗത്ത് ആഫ്രിക്ക വെസ്റ്റ് ഇൻഡീസ് മത്സരം വരുന്നത് വരെ നെഞ്ചിൽ തീയായിരുന്നു. പക്ഷേ ഇപ്പോൾ സൗത്ത് ആഫ്രിക്ക മത്സരം ജയിക്കുകയാണെങ്കിൽ ഇന്ത്യ അടുത്ത 2 കളി ജയിച്ചാൽ മതി. നെറ്റ് റൺ റേറ്റ് ഒന്നും ഒരു പ്രശ്നവും ആവില്ല. കാരണം ഇന്ന് സിംബാബ്വെ ആയിട്ടുള്ള മത്സരം ജയിക്കണം. 1-ാം തീയതിയാണ് ഇന്ത്യയുടെ അടുത്ത മത്സരം. അത് ഞായറാഴ്ച. ശരി, എന്തായാലും കപ്പ് ഉറപ്പിച്ച് ഇറങ്ങിയ ടീമാണ് ഇപ്പോൾ മറ്റ് കളിയുടെ റിസൾട്ടുകളും ഒപ്പം തന്നെ 2 കളി വലിയ രീതിയിൽ വിജയിക്കേണ്ടുന്ന സാഹചര്യത്തിലേക്കും എത്തി നിൽക്കുന്നത്. എന്തായാലും ഇന്ത്യ ഒരു വമ്പൻ ജയം നേടുന്നത് കാത്തിരിക്കുകയാണ് എല്ലാ ആരാധകരും. നമുക്ക് കാത്തിരിക്കാം. 7 മണിക്കാണ് മത്സരം ആരംഭിക്കുക. ഹരികൃഷ്ണനാണ് വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിയത്. വൈകുന്നേരം ഇന്ന് അരമണിക്കൂറാണ് ഇവിടെ പൂർണ്ണമാവുകയാണ്. എല്ലാ പ്രേക്ഷകർക്കും നന്ദി. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.